ഒരാൾ നമ്മളെ വഞ്ചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തകർക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എൻ്റെ കുറവ് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്നൊക്കെ. സത്യത്തിൽ വഞ്ചിക്കപ്പെടുമ്പോൾ നമ്മൾ തകരുന്നത് ആ വ്യക്തിയെ ഓർത്ത് മാത്രമല്ല, വ്യക്തി പോയതിനെ കുറിച്ച് ഓർത്തിട്ട് മാത്രമല്ല, മറിച്ച് നമ്മുടെ ആത്മാഭിമാനത്തിന്, സെൽഫ് എസ്റ്റീമിന് എവിടെയോ ഒരു വല്ലാതെ മുറിവേൽക്കുന്നത് കൊണ്ടിട്ടാണ്. ഇതിനെ സൈക്കോളജിയിൽ ബിട്രയൽ ട്രോമ എന്ന് വിളിക്കാം. പലപ്പോഴും ഇത്തരത്തിലുള്ള വഞ്ചനകളാൽ ബുദ്ധിമുട്ടുമ്പോൾ അവരതിൽ സ്റ്റക്കായി നിന്ന് പോവാറുണ്ട്. ഒരു ഉദാഹരണത്തിന് നോക്കാം. നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വിലപിടിപ്പുള്ള ഒരു വജ്രമോ സ്വർണമോ വാങ്ങിയെന്ന് കരുതുക. പക്ഷെ അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മളൊരു വലിയ പെട്ടിക്ക് തകരാറുണ്ടായിരുന്നു. അതിന്റെ ലോക്ക് മോശമാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അതുകൊണ്ടിട്ട് എപ്പോഴെങ്കിലും ആ സ്വർണമോ വജ്രമോ നഷ്ടപ്പെട്ടു പോയാൽ അതിനർത്ഥം ആ വജ്രത്തിന് വിലയില്ല എന്നാണോ? ഒരിക്കലും അല്ല. ആ വജ്രം ഇപ്പോഴും വിലപിടിപ്പുള്ള ഒന്ന് തന്നെയാണ്. ആ പെട്ടിയുടെ തകരാറ് കാരണം മൂലമാണ് അതിങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങളും. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും സ്വീകരിക്കാൻ പാകത്തിലുള്ള ആ ഒരു മനസ്സ് ആ വ്യക്തിക്ക് ഇല്ലാതെ പോയതാണ് പ്രശ്നം. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ കാരണങ്ങൾ ഉണ്ടാവാം, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം, ആവശ്യങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, വഞ്ചന എന്നത് ചെയ്യുന്ന വ്യക്തിയുടെ സ്വഭാവത്തിലെ ഓട്ടയാണ്, അല്ലാതെ അത് നിങ്ങളുടെ മൂല്യത്തിന്റെ കുറവൊന്നുമല്ല. നിങ്ങളുടെ സെൽഫ് വर्थോ സെൽഫ് എസ്റ്റീമോ അതിനെ സംബന്ധിച്ചിടത്തോളം കുറയേണ്ടതായിട്ടില്ല. പലപ്പോഴും ആ പഴയ മുറിവിൽ തന്നെ നോക്കിയിരുന്ന് ജീവിതം കളയുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവരും ഇങ്ങനെയായിരിക്കും, ഇനി എനിക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് ആരും സ്നേഹിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ചിന്തകൾ ഒരു ലെയർ സൃഷ്ടിച്ച് നമ്മളെ വല്ലാതെ വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ. പക്ഷെ ഓർക്കുക, മഴ പെയ്യുമ്പോൾ ഒരു കുടയ്ക്ക് ഓട്ടയുണ്ടെന്ന് കരുതി നമ്മൾ ആരും മഴയെ വെറുക്കാറില്ല. നമ്മൾ മറ്റൊരു നല്ല കുട വാങ്ങിക്കുകയോ അല്ലെങ്കിൽ തിരയുകയോ ആണോ പതിവ്? നിങ്ങളെ വഞ്ചിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുമ്പോൾ നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പകരം എൻ്റെ സ്നേഹം അറിയിക്കാത്ത ഒരാളിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി എന്ന് ചിന്തിച്ചു തുടങ്ങണം. നിങ്ങൾ തകർന്നു പോയിട്ടില്ല, നിങ്ങൾ കൂടുതൽ കരുത്തനാകാനായിട്ട് ഒരു പാഠം പഠിച്ചു എന്ന് മാത്രം. സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. അത് മറ്റൊരാൾക്ക് തകർക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്.